ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ യൂണിവേഴ്സ് എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ജസ്റ്റിസാണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി തരണം. നിങ്ങൾ തമ്മിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാ യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ടായിരിക്കണം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ എടുത്തപ്പോൾ ജസ്റ്റിസ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രക്കും ജെന്യൂനായിട്ടുള്ള ഒരു സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ഇതിനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയ കാർഡ്. കണ്ടില്ലേ, ജസ്റ്റിസ് കാർഡാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ യൂണിവേഴ്സ് ഒരിക്കലും ഇതിനെ വേർപ്പെടുത്തില്ല. ഇതിൽ യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റിസ് തരും. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ട്. മുന്നോട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക്. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളിതിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിൽ തുടർന്നോളൂ എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പെൻഡിക്കിൾസ് ഇതിൽ നിങ്ങൾ ഇത് നിർത്തരുത്, ഇതിൽ തുടർന്ന് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കാരണം ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു കണക്ഷനല്ല. ഇത് നിങ്ങൾ പരമ്പരാഗതമായിട്ട് ഇത് മുന്നോട്ട് പോകുന്ന ഒരു കണക്ഷൻ, ഫാമിലി പോലെ മുന്നോട്ട് പോകുന്ന ഒരു കണക്ഷനാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കണക്ഷന് ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കൽ അങ്ങനെ എന്തും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കണക്ഷന് വേണ്ടി, ഇതിനെ തകർക്കാൻ വേണ്ടി മറ്റുള്ള എനർജീസ് കയറി വരാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മറ്റുള്ള എനർജീസ്, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഇതിൽ കയറി വരാം, ബ്ലാക്ക് മാജിക്കൽ നടന്നേക്കാം എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു നഷ്ടം സംഭവിച്ചേക്കാം. നിങ്ങളുടെ കണക്ഷൻ തന്നെ ചിലപ്പോൾ ഇത് നോ കോണ്ടാക്റ്റിലൊക്കെ പോയിട്ടുണ്ടാവാം. നല്ല രീതിയിൽ പോയിരുന്ന കണക്ഷൻ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ബ്ലാക്ക് മാജിക്കിൽ നടന്നിട്ടുണ്ടാവാം. അതുവഴി നിങ്ങളുടെ കണക്ഷനെ ഇപ്പോൾ എന്താ പറയുക, ഒരു നഷ്ടം, വലിയൊരു നഷ്ടം ഈ ഒരു കണക്ഷൻ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതിലൊരു മാറ്റം വരും, ഇതിലൊരു ബാലൻസ് വരും. ഇതങ്ങനെ വിട്ടുപോകുന്ന ഒരു കണക്ഷനല്ല, ഇതൊരു ബാലൻസിലേക്ക് തന്നെ ഇത് പോകുന്ന ഒരു കണക്ഷനാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്താൻ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും എന്താ പറയുക, ഇതൊരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കണക്ഷനല്ല, ഒരിക്കലും ഇത് വേർപിരിയുന്ന ഒരു കണക്ഷനല്ല. അതിന് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും സമ്മതിക്കത്തില്ല. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇത് എന്താ പറയുക, ഇതിനെ വേർപിരിയാൻ ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചാലും ഇതിന് സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ പരസ്പരം ഇങ്ങനെ വിചാരിച്ചാൽ പോലും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അതുണ്ടാവില്ല. കാരണം നിങ്ങൾ ഒരുമിക്കേണ്ടവരാണ്, ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. അങ്ങനെ നഷ്ടപ്പെടുത്താനോ നിങ്ങളെ ഈ ഒരു കണക്ഷനുമായിട്ട്, അതായത് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സോൾ കണക്ഷനാണ്. അപ്പോൾ ആ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ പുറത്താണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുപാട് കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വേർപിരിയുന്നവരല്ല. യൂണിവേഴ്സ് അതിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിന് തീർച്ചയായിട്ടും ഇതിലൊരു വലിയൊരു ഗ്രോത്ത് വരുന്നുണ്ട്, വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്, വലിയൊരു മാറ്റത്തിലൂടെ ഇത് പോകാൻ പോകുന്നു. നിങ്ങളുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെ ഇനി പ്രശ്നം ഉണ്ടെങ്കിലും, ഇതൊരു ബ്ലാക്ക് മാജിക്കൽ അങ്ങനെ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സ് ഇതൊക്കെ പരിഹരിക്കും എന്ന് തന്നെയാണ്. എല്ലാം പരിഹരിച്ച് നിങ്ങളെ മുന്നോട്ട് നയിപ്പിക്കും, മുന്നോട്ട് നിങ്ങളുടെ കണക്ഷൻ വേറൊരു ലെവലിലോട്ട് എത്തിക്കും. ആ ഒരു എന്ത് പ്രശ്നങ്ങൾ ഇതിലുണ്ടെങ്കിൽ ശരി, അതൊക്കെ മാറി മറയും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഏഞ്ചൽസിന് എന്താണ് നിങ്ങളുടെ അടുത്ത്, യൂണിവേഴ്സിന് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ് എന്നാണ് നമുക്ക് കിട്ടിയ ആൻസർ കേട്ടോ. നിങ്ങളുടെ കാര്യമൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് കിട്ടും. കാരണം ഇത് യൂണിവേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഡിവൈൻ കണക്ഷനാണ്. ഡിവൈനായിട്ട് കൂട്ടിയോജിപ്പിച്ച ഒരു കണക്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതൊക്കെ സാധിച്ച് കിട്ടും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ്. നിങ്ങൾ പ്രകാരം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ ഒരു കണക്ഷൻ സക്സസ് ആകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സിന് പറയാനുള്ളത് യെസ് എന്നാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു നോക്കാം. ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം. പൂയം നക്ഷത്രം, ഫെബ്രുവരി, വൈറ്റ് ബട്ടർഫ്ലൈസ്, രോഹിണി, ഓഗസ്റ്റ്, ലെറ്റർ ജെ, സ്റ്റുഡൻറ്റ്, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം. ടൈലറിങ്, ഡ്രൈവർ, വൈ എന്ന് കിട്ടിയിട്ടുണ്ട്. അത്തം, കൊല്ലം, ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം. ഗൾഫ് രാജ്യം, പാലക്കാട്, ഗ്രീൻ കളർ, നവംബർ, ബ്ലാക്ക് കളർ, ലെറ്റർ ഒ ആണ്. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഉത്രം നക്ഷത്രം, 7, മകം, കാർത്തിക, ലെറ്റർ എക്സ് ആണ്. 25, 30, 19, കോട്ടയം, 33, 8, 35, 11 ഈ സമയത്ത് കാണുന്നുണ്ടാകും. 38, 12, 32, സോഷ്യൽ വർക്കറായിരിക്കാം. ഭരണി നക്ഷത്രം, യു ആണ് ലെറ്റർ യു. 26 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്